എന്താണ് SFIയുടെ തീരുമാനം? ഇനിയും കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുമെന്ന് തന്നെയാണോ? നാളെ ഇന്നിപ്പോ സമാധാനമായിട്ട് ഞങ്ങളുടെയൊക്കെ ബഹുമാനപ്പെട്ട ചാൻസലർ കടന്നുറങ്ങിക്കൊള്ളട്ടെ. നാളെ രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാത സവാരി അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം. കാരണം ഇന്ന് ഒരുപാട് മട്ടൻ മന്തിയൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വിശദമായിട്ടുള്ള ഒരു പ്രഭാത നടത്തത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ദിനചര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ തയ്യാറാകണം. ഈ ബാരിക്കേഡുകളൊക്കെ മാറ്റി ഈ ക്യാമ്പസിനകത്തുകൂടെ ഇപ്പോൾ ഏക്കർ കണക്കിന് നീണ്ട് വിസ്തീർത്തിയുള്ള ക്യാമ്പസാണ്. ഈ ക്യാമ്പസിലൂടെ ഒരു പ്രഭാത നടത്തം അദ്ദേഹത്തിന് സാധ്യമാക്കണം. അങ്ങനെ പ്രഭാത നടത്തം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്താണ് കേരളത്തിലെ മനുഷ്യരുടെ വികാരം എന്നുള്ളതിനെ സംബന്ധിച്ച്, എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അദ്ദേഹത്തോടുള്ള നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് വ്യക്തമാക്കുന്ന നിലയിൽ നിരവധിയായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകൾ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്താകെ ഞങ്ങൾ ഉയർത്തും. നാളെ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്കകത്താണ്. ഒരു തരത്തിലും ഒരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടല്ല. സ്വാഭാവികമായി ഞങ്ങൾ പറഞ്ഞിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, തീക്ഷ്ണമായിട്ടുള്ള സമരം SFI ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ സംബന്ധിച്ച് SFIന്റെ സമരം ഉണ്ടാവും. ശക്തമായ തീക്ഷ്ണമായ സമരം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും.